ഇതാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീ ലീഫിൻ്റെ ഗ്രേഡ്. 2 leaf and 1 bud എന്ന് പറയുന്ന കാറ്റഗറി ലീഫാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഇത് വൈറ്റ് ടീ. എന്താണ് ഗ്രീൻ ടീയും വൈറ്റ് ടീയും തമ്മിലുള്ള വ്യത്യാസം? ഫസ്റ്റ് ഫൈനായിട്ട് നമ്മൾ അവിടെ ഉള്ളത് ഫസ്റ്റ് ഫൈൻസ് ആയിട്ട് എടുക്കുക. അതാണ് ഏറ്റവും കൂടിയത് നല്ലത്. ഇത് ഇപ്പറേ വരുമ്പോൾ സെക്കൻഡ്. കുട്ടിക്കാനത്ത് ടീ ഫാക്ടറിയും ടീ എസ്റ്റേറ്റും ഒക്കെ കാണാനായിട്ട് നമ്മൾ നിർത്തിയതാണ്. ഇങ്ങോട്ട് നോക്കിയേ, ഇവിടെ മുകളിൽ കുറേ ആൾക്കാർ ടീ എസ്റ്റേറ്റിൻ്റെ ഇടയ്ക്ക് നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ടീ ഫാക്ടറി ടൂർ, ടീ ഫാക്ടറി ഔട്ട്ലെറ്റ്, റെസ്റ്റോറൻറ്റ്, EV ചാർജിങ് സ്റ്റേഷനൊക്കെ ഇവിടെ അവൈലബിൾ ആണ്. നമ്മൾ കയറി വരുമ്പോഴത്തേക്കിന് ഇവിടെ ഫാക്ടറി ടൂറിന് വേണ്ടി നമുക്ക് പെർ ഹെഡ് 200 രൂപയുടെ ടിക്കറ്റ് എടുക്കണം കേട്ടോ. പെർ ഹെഡ് 200 രൂപയുടെ ടിക്കറ്റ് എടുത്തതിന് ശേഷം പിന്നെ നമ്മുടെ ഒരു ചേട്ടൻ, ഗൈഡ് ചേട്ടൻ നമ്മുടെ കൂടെ വരും. അപ്പോൾ നമുക്ക് ആദ്യം ഇവിടുത്തെ പ്ലാന്റേഷനെ കുറിച്ചൊക്കെ പറഞ്ഞു തരും. പിന്നെ താഴെ ഇതിലേക്കിടെ കറങ്ങി വന്നിട്ട് ഈ ഒരു ഫാക്ടറി വന്ന് കണ്ട് ലാസ്റ്റ് ഇവിടെ വീഡിയോ ഒരു പ്രസൻറ്റേഷനുണ്ട്, അത് കണ്ട് അങ്ങനെയാണ് കേട്ടോ ഈ ഒരു ഫാക്ടറി ടൂർ അവസാനിക്കുന്നത്. ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ മുന്നോട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളെ ഈ ഒരു ഫാക്ടറി ടൂർ കാണിക്കാനായിട്ട് എൻ്റെ ഒരു ചേട്ടൻ നമ്മുടെ ഇവിടെ ഉണ്ട്. ചേട്ടൻ്റെ പേരെന്നാ? എൻ്റെ പേര് സതീഷ്. സതീഷ് അല്ലേ? അതെ. ടീ എന്ന് പറഞ്ഞാൽ എന്താ, അതെങ്ങനെയാണ് മാനുഫാക്ചർ ചെയ്യുന്നത്, അതിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണ്, അതൊക്കെ കാണിച്ചു കൊടുക്കുക എന്നുള്ളതാണ് അല്ലേ ഈ ഒരു ടീ ടൂർ കൊണ്ട്, ഫാക്ടറി ടൂർ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് അല്ലേ? നമുക്ക് പോയേക്കാം അല്ലേ? ഇത് എത്ര ഏക്കറാ ഇത് മൊത്തത്തിൽ? ഇത് ഇവിടെ നിന്ന് മാത്രമല്ല, പുല്ലുപാറ ഇതെല്ലാം കൂടെ ഒരു 1200 ഏക്കറോളം. 1200 ഏക്കറോളം ഉണ്ട് അല്ലേ? പിന്നെ നമുക്കിത് തികയാതെ, ലീഫ് തികയാതെ നമ്മൾ ഔട്ട് സൈഡിൽ നിന്ന് ബോട്ട് ലീഫ് എടുക്കും അല്ലേ? നല്ല ലീഫ് നോക്കി. ഓക്കെ. ഇതൊക്കെ വിറക് അല്ലേ? നമ്മൾ തേയില ചൂടാക്കാനുള്ള, വറക്കാനുള്ള ഇത് പച്ചിലയാണല്ലോ. അതപ്പോൾ ഈ ഡ്രയർ കത്തിച്ച് അതിൻ്റെ ഹോട്ട് എയർ വിട്ട് വേണം നമുക്ക് അത് വറുത്തെടുക്കാം. അതെ. ഇത് നമ്മൾ ഈ ഫീൽഡിൽ നിന്ന് വരുമ്പോൾ ഇല വെയിറ്റ് എടുത്ത് ഇവിടെ കൊണ്ടുവന്നിട്ട് ഈ കൺവെയർ വഴിയാണ് നമ്മൾ അകത്തോട്ട് കയറ്റി വിടുന്നത്. ഫസ്റ്റ് പ്രോസസ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെ നിന്നാണ്. അപ്പോൾ ഇതുവഴി ഗ്രീൻ ലീഫ് അകത്ത് കയറി. ഇവിടെ കുടഞ്ഞിട്ട് കഴിയുമ്പോൾ ആ ഇല തന്നെ ഇതിലെ ഈ കൺവെയർ വഴിയെ മേളിലോട്ട് കയറി പുറത്തിലേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പം ആദ്യത്തെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഇവിടെയാണ്. തേയില ഇവിടെ കൊണ്ടുവരും, അത് ആ ബാഗിൽ നിന്ന് ഇതിലോട്ട് കുടഞ്ഞിട്ട് കഴിഞ്ഞാൽ ഇവിടെ മോട്ടർ ഓൺ ആക്കി കഴിഞ്ഞാൽ നേരെ മുകളിലോട്ട് കയറി പോകും അല്ലേ? ഈ കൺവെയർ വഴി ഉള്ളിലേക്ക് പോവുകയാണ്. ഓക്കെ. അപ്പം താഴെ നിന്ന് കയറ്റി വിടുന്ന ഗ്രീൻ ലീഫ് ഇവിടെ വരും അല്ലേ? അതെ. ഇവിടുന്ന് അകത്തേക്ക് പോകും. അത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ ഒരു കൺവെയർ വഴി അകത്തേക്ക് പോകും, നേരെ അകത്തേക്ക് പോകും അല്ലേ? അതെ. ഓക്കെ. ഫെർമെന്റിങ് പ്ലം ഇതുണ്ട് അകത്തെ. ഓക്കെ. അപ്പോൾ നമ്മൾ മുമ്പേ താഴെ അവിടെയാണ് കേട്ടോ കണ്ടേ. അവിടുന്ന് ഇതിലേക്കിടെ ഇങ്ങനെ മുകളിലേക്ക് കയറി വന്നിട്ട് വീണ്ടും ഇവിടുന്ന് വീണ്ടും അകത്തേക്ക് പോവുകയാണേ. അപ്പോൾ അത് നമ്മൾ ടീ ഫാക്ടറിക്ക് അകത്ത് വന്നു. ആ കൺവെയറെ വരുന്നതല്ല, ഇതിലേ വന്ന് ഇത് വെതറിങ് ട്രഫാണ്. വെതറിങ്. ഓക്കെ. അപ്പം നമ്മൾ പച്ച ഇല ഫീൽഡിൽ നിന്ന് കൊണ്ടുവന്ന് ഇതിൽ ലെവലാക്കി നിരത്തിയിടുക. ഓക്കെ. നിരത്തിയിട്ടിട്ട് നൈറ്റ് ഫാൻ ഓടിക്കുമ്പോൾ അത് രാവിലെ ആകുമ്പോഴത്തേക്ക് അതിലുള്ള മോയ്സ്ചറെല്ലാം പോയി ഉണങ്ങി വരും. ഉണങ്ങി വെതറായി കിടക്കും. ഫുള്ളായിട്ട് ഉണങ്ങുകയല്ല, ഒരു 50% അതിലുള്ള മോയ്സ്ചർ കംപ്ലീറ്റ് പോയി
ബെറ്റർ Dry ആയിട്ടുള്ള. ആയിട്ടുള്ള. അതെ. ആ. രാവിലെ ഇത് ഓപ്പൺ ചെയ്ത് ഈ കൺവെയർ വഴി ലീഫ് അകത്തേക്ക് പോവുകയാണ്. അകത്തേക്ക് പോകാം. അകത്ത് എന്ന് പറയുമ്പോൾ അകത്ത് റോളിംഗ് റോളറുണ്ട്, അതിനകത്തേക്ക് ഇത് പോവുകയാണ്. ഓക്കെ. അപ്പോൾ താഴേന്ന് വരുന്ന ലീഫ് ഇവിടെ ഒരു ദിവസം ഇടും, ഫാൻ ഇട്ട് ഇത് ഡ്രൈ ആക്കും. അതിനുശേഷം രാവിലെ ഇതിലേക്കിടെ എടുക്കും, ഈ കൺവെയർ വഴി അകത്തേക്ക് നേരെ റോളറിലേക്ക് പോകുക, റോളറിലേക്ക് പോകും അല്ലേ, അരയ്ക്കാനായിട്ട്. സീസൺ അല്ലാത്തതുകൊണ്ട് വില കുറവാണ്. ഓക്കെ. ഇപ്പൊ സീസൺ അല്ലാത്തതുകൊണ്ട് വില കുറവല്ലേ, അതുകൊണ്ട് നേരത്തെ കഴിഞ്ഞ് വിലമാനവ എടുത്ത് നമ്മൾ അരയ്ക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. ഓൾറെഡി ഇന്നത്തെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തല്ലേ. ഓക്കെ. അല്ലെങ്കിൽ രാവിലെ 6 മണിക്ക് തുടങ്ങിയ 2 മണിയാകും ഇത് ഈ ഇല തീരുമ്പോഴത്തേക്കല്ലേ. തേയിലയുടെ മണമുണ്ടല്ലേ, മണമുണ്ടല്ലേ. അരയ്ക്കുന്നില്ലേ, ആ കാണുന്ന റോളറാണ്, 3 റോളറാണ്. ഓക്കെ. അപ്പം നമ്മളവിടെ കാണിച്ചാൽ ആ കൺവെയർ വഴിയെ വന്ന് ആ റോളറിനകത്താണ് കറങ്ങുന്നതല്ലേ. അതെ. അതിലൊരു 300 കിലോയോളം അതിനകത്താകുമ്പോഴത്തേക്ക് അതിൽ വെയിറ്റ് ഇട്ട് 50 മിനിറ്റ് അങ്ങനെ ഇട്ട് അരയ്ക്കും. ഓക്കെ. 50 മിനിറ്റ് അത് അരഞ്ഞു കഴിയുമ്പോഴേ അത് തേയില പരുവത്തിലാവുള്ളൂ. ഇലയായിരുന്നല്ലോ, അത് നല്ല പൊടിഞ്ഞ് തേയിലയുടെ രൂപത്തിൽ 50 മിനിറ്റ് ആകുമ്പോൾ നമ്മളങ്ങോട്ടല്ലേ പോകുന്നത്, നമ്മൾ അവിടെ പോയിട്ട് ഇതിലേക്ക് അവിടെ നിന്ന് അതിനകത്ത് കിടന്ന് ഇത് അരഞ്ഞ് 50 മിനിറ്റ് ആകുമ്പോൾ നമ്മളത് ഓപ്പൺ ചെയ്ത ഇല പുറത്തോട്ട് എടുക്കുക. അതിലെ പുറത്തോട്ട് പുറത്തോട്ട് എടുക്കുക. അവിടുന്ന് തുറന്ന് വിട്ട് കഴിയുമ്പോൾ അത് ആ കൺവെയർ വഴിയെ കയറി അനാജ് അതാ കൂടി ഓൺ തരാം, ഓൺ ആ ഇല അങ്ങനെ ആ കൺവെയറിനകത്ത് കയറി ആ മെഷീനകത്ത് കയറും. ഓക്കെ. ആ മെഷീനകത്ത് കയറുമ്പോൾ അതിലുള്ള നല്ല ഫസ്റ്റ് ഫൈൻസ് ബാക്ക് സൈഡിൽ വരും. ഓക്കെ. അതിൻ്റെ ശകലം ബിഗ് ബൾക്കായിട്ടുള്ള വലുത് അത് ഈ ഫ്രണ്ടിൽ വരും. ഈ സൈഡിൽ ഈ ഫ്രണ്ടിൽ വന്ന് ഈ കൺവെയർ വഴിയെ കയറി തിരിച്ച് വീണ്ടും ഇതിനകത്ത് വരും. അതിനകത്ത് വന്ന് ഒന്നും കൂടെ അതിനകത്ത് ഫുള്ളായി കഴിയുമ്പോൾ 40 മിനിറ്റ്സ് അതിനകത്ത് കിടന്നായി, 40 മിനിറ്റ് അതിനകത്ത് കിടന്നായി. ഓക്കെ. അരഞ്ഞു കഴിഞ്ഞാണ് അത് അവിടെ നിന്ന് ഓപ്പൺ ചെയ്ത് ഇവിടെ വരും. അപ്പോൾ അത് ഫസ്റ്റ് ഫൈനായിട്ട് നമ്മൾ അവിടെ ഉള്ളത് ഫസ്റ്റ് ഫൈൻസായിട്ട് എടുത്ത് അതാണ് ഏറ്റവും കൂടിയത് നല്ലത്. ഇത് ഇപ്പറേ വരുമ്പോൾ സെക്കൻഡ്. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ ഉണക്കാനിട്ടിരിക്കുന്ന ആ ഒരു തേയിലയില അതിലേക്ക് അവിടെ ആദ്യം വരും, അവിടെ കറങ്ങി അവിടെ വരുന്നതാണ് ഫസ്റ്റ് ക്വാളിറ്റി. അതിനുശേഷം 45 മിനിറ്റോളം അവിടെ ഇട്ട് കറങ്ങും. അതിനുശേഷം പിന്നെ ബാക്കി വരുന്നത് ഇവിടെ വരും, സെക്കൻഡ് ക്വാളിറ്റി, തേർഡ് ക്വാളിറ്റി. അങ്ങനെയാണ് കേട്ടോ ഇവിടുത്തെ ഈ ഒരു പ്രോസസ്സ്. ഇതൊക്കെ ആ ഇല നമ്മൾ അവിടുന്ന് എടുത്ത് ഇവിടെ കൊണ്ടുവരും. ഓക്കെ. ഇവിടുന്ന് ഇത് വന്ന ഡ്രയറാണ്, ഓക്കെ, ഹീറ്ററാണ്. അവിടുന്ന് ഫ്രണ്ടിൽ തീ കത്തിച്ച്, അതെ ഇത് ഹീറ്റർ, അതിൻ്റെ ഫ്രണ്ടിൽ തീ കത്തിച്ച് അത് ഫാൻ വിടുമ്പോൾ ആ ഹീറ്റ് ഇങ്ങോട്ട് അകത്തേക്ക് കയറി ടെമ്പറേച്ചർ അകത്തോട്ട് വരും. ഈ ഇല നമ്മൾ ഈ കൺവെയർ വഴിയെ അകത്ത് കയറ്റി വിടുക. അകത്ത് കയറ്റി വിടുമ്പോൾ അത് വീണ്ടും അകത്ത് കയറി പോവുക. പോകുമ്പോൾ ആ ചൂട് കൊണ്ട് അത് നല്ല ഡ്രൈ ആയി തേയിലയായിട്ട് ഈ ഫ്രണ്ടിൽ ഇവിടെ വരും അല്ലേ. അതെ, ഈ ഫ്രണ്ടിൽ. ഓക്കെ. അപ്പോൾ അതിൻ്റെ ഇത് അത്രയേ ഉള്ളൂ. അത് കഴിഞ്ഞ ഉടനെ പിന്നെ ആ തേയില നമ്മൾ മുന്നോട്ട് പോവുകയാണ്. ആ മെഷീൻ വഴിയെ അകത്ത് പോകും. അപ്പോൾ ഈ പ്രോസസ്സിങ് എല്ലാം കഴിഞ്ഞിട്ട് തേയില ലാസ്റ്റ് ഇവിടെ വരും. അവിടെ അതൊരു ഹീറ്ററാണ്, അതിലായിട്ട് ചൂടായിട്ട് ലാസ്റ്റ് പിന്നെ അതിലേക്കൂടെ ഈ മെഷീനിലൂടെ ഇവിടെ വരുവേ. അങ്ങനെ ആ ഇല ഇതിനകത്ത് വന്ന് ഈ കൺവെയർ വഴിയെ കയറി പോവുക. ഇവിടെ വരുമ്പോഴത്തേക്ക് ഇതിനകത്തുള്ള ഈ ഫൈബർ കുറച്ച് ഫൈബറൊക്കെ കാണും. അതെല്ലാം ഈ മെഷീനിൽ പിടിച്ചിട്ട് ഇതങ്ങനെ അകത്തോട്ട് പോകും അല്ലേ. അകത്ത് പോയി അത് കറങ്ങി വരുമ്പോൾ ഈ കാണുന്നുള്ള മെഷീനുണ്ടല്ലോ, അതിലാണ് ഗ്രേഡ്
പിരിക്കുന്നത്. ഓക്കെ, ഫൈനൽ പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റ് അതിലാവുമ്പോൾ 4-5 ഗ്രേഡായിട്ട് സൈഡിലെല്ലാം വരും. അതിൽ ഫസ്റ്റ് ഫൈൻ, സെക്കൻഡ് ഫൈൻ, തേർഡ് ഫൈൻ, അങ്ങനെ എല്ലാം വരും. ആ ഓരോ ഗ്രേഡും അങ്ങനെ ചാക്കിൽ മാറ്റി വെച്ചിട്ട് പിന്നെ ആ പോകുന്നതൊരു വിനോവറാണ്. ഓക്കെ, ആ കാണുന്ന മെഷീൻ ലാസ്റ്റ് അതിൻ്റെ ബാക്ക് സൈഡിൽ ഫാനുണ്ട്. ആ ഫാൻ ഓൺ ചെയ്തിട്ട് ആ കൺവെയർ വഴിയെ ആ ഇല കയറ്റി വിടുമ്പം അതിൽ വെയിറ്റ് ഉള്ള ഫസ്റ്റ് ഫൈൻസ് കംപ്ലീറ്റ് അതിൻ്റെ ഫ്രണ്ടിൽ വരും. ബാക്കി ശകലം ഈ വെയിറ്റ് കുറവുള്ള സാധനവും അതിൻ്റെ ഇതെല്ലാം കൂടെ ഫൈബറെല്ലാം കൂടെ ബാക്ക് സൈഡിൽ അതിൽ വരുമ്പോൾ ലാസ്റ്റ് ഫൈനൽ പ്രൊഡക്ഷൻ അവിടെ തീരുക. അത് കഴിഞ്ഞ ഉടനെ അത് പിന്നെ എടുത്ത് ഗ്രേഡ് വൈസായിട്ട് പല പല ഗ്രേഡ് തിരിച്ചിങ്ങനെ പാക്കിംഗ്. ഏത് കമ്പനിയുടെ പേരിലാണ് ഇതപ്പം പോകുന്നത്? ഇത് ഗ്ലെൻവീവ് എന്ന് പറയും. ഗ്ലെൻവീവ് ഒരു കമ്പനിക്ക് മാത്രമാണ് നമ്മൾ കൊടുക്കുന്നത്? അല്ല, നമ്മൾ ഓപ്ഷനിൽ കൊണ്ട് കൊച്ചി മാർക്കറ്റിൽ കൊടുക്കുക. പിന്നെ അവിടെ പല പല ആൾക്കാർ കമ്പനിക്കാർ അത് മേടിച്ചോണ്ട് വന്ന് ഓപ്ഷനിൽ ലേലത്തിൽ പിടിച്ചോണ്ട് ഓരോരുത്തർ കൊണ്ടുപോകും പല സ്ഥലത്ത്. ഇതാണ് ഇതിൻ്റെ തേയില മാനുഫാക്ചറിങ് പ്രൊഡക്ഷൻ. ഇതാണ് അല്ലേ? ഓക്കെ. അപ്പോൾ ചേട്ടാ ഒത്തിരി നന്ദിയുണ്ട്. ഇങ്ങനെ ഒരു ടീ ഫാക്ടറിക്കകത്ത് വരുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ്. അപ്പം ഇങ്ങനെ കുട്ടിക്കാനത്ത് വരാനും ഇങ്ങനെ ഒരു ടീ ഫാക്ടറി ടൂറ് കാണാനും ഒക്കെ താല്പര്യമുള്ള ആൾക്കാർക്ക് നേരെ വണ്ടി പിടിച്ച് നേരെ കുട്ടിക്കാനം വരാം. കുട്ടിക്കാനം വന്നു കഴിഞ്ഞാൽ കറക്റ്റ് പ്രോപ്പർ കുട്ടിക്കാനം ടൗൺ എത്തുന്നതിന് തൊട്ട് മുമ്പായിട്ട് ഈ ഒരു ടീ ഫാക്ടറി കാണാണ്ട് പറ്റും. ടീ ഫാക്ടറി ടൂറിന് 200 രൂപയാണ് കേട്ടോ പെർ ഹെഡ് വരുന്നത്. പിന്നെ 45 മിനിറ്റ്സ് ഒരു ടൂറ് കാണും. ഒപ്പം നമ്മുടെ ചേട്ടനും കൂട്ടത്തിൽ കാണും ഇവിടുത്തെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു തരാനായിട്ട്. ഫാക്ടറി വന്ന് കാണും. ഒപ്പം പിന്നെ കുറച്ച് പ്ലാന്റേഷനിൽ ടീ പ്ലക്കിംഗ് കാണാൻ പറ്റും. വന്നതിന് വളരെ വളരെ നന്ദി. താങ്ക് യു. ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് ഉണ്ടല്ലേ? അത് നമുക്ക് ടീയുടെ ഇൻഫ്യൂഷനാണ്. നമ്മൾ തേയില മാനുഫാക്ചർ ചെയ്യുന്ന തേയിലയുടെ ഇതാണ് തേയിലയുടെ. ഓക്കെ, പല ഇത് ഐറ്റംസ് ആയിട്ട് എടുത്ത് വെച്ചത്. ഇത് പല ക്വാളിറ്റിയാണോ? അതെ, പല ക്വാളിറ്റിയാണ്. ഇതിലേതാ ഫസ്റ്റ് ക്വാളിറ്റി? ഇതാണല്ലേ? അതിന് ഈ ഒരു നിറം വരും അല്ലേ? ഇത് ഫസ്റ്റ്, സെക്കൻഡ്. ഇത് സെക്കൻഡ് ആകുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റ് കളർ വരും. ഇത് തേർഡ് ആകുമ്പോഴത്തേക്കിന് ഒരു പ്രത്യേക ഒരു കളർ. അതെ, അത് വന്ന് ഫൈബറാണ്. അത് ടീ വേസ്റ്റ് ആണ്. നമ്മൾ യൂസ് ചെയ്യുന്നതല്ല അല്ലേ? എങ്കിലും അതിന്റെ എഫക്റ്റ് കാണിക്കാൻ വേണ്ടി എടുത്തുകൊണ്ടിരുന്നു. ടീ വേസ്റ്റിൻ്റെ അകത്ത് ഇത്രയും കളറാണല്ലേ മൊത്തം വരുന്നത്? അതെ. പക്ഷേ ഇത് നമ്മൾ ഉപയോഗിക്കുക. കോയമ്പത്തൂരുകാരെ അവർ ഇവിടെ വന്ന് നമുക്കിതൊരു 6,000 കിലോ 5,000 കിലോ ക്വാണ്ടിറ്റി ആകുമ്പോൾ അവർ വന്ന് അത് വിലക്ക് എടുത്തോണ്ട് പോലെ തമിഴ്നാട്ടിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നില്ലല്ലേ? പിന്നെ ഇതെന്താണ്? ഇത് വന്ന് ഗ്രീൻ ടീ. ഇത് ഗ്രീൻ ടീ അല്ലേ? ഓക്കെ. ഗ്രീൻ ടീ എന്ന് പറയുമ്പോൾ ഇത് ഉണക്കത്തില്ല അതോ? അല്ല, ഇത് ഉണക്കാതെ എടുക്കുന്നതാണ്. ഇത് ഗ്രീൻ ടീ, ഇത് വൈറ്റ് ടീ. എന്താണ് ഗ്രീൻ ടീയും വൈറ്റ് ടീയും തമ്മിലുള്ള വ്യത്യാസം? ഇത് വന്ന് ഇത് ലിക്കർ കുറവാണ്. വൈറ്റ് ടീ ആണല്ലേ? കളറും വൈറ്റ് ആയിട്ട് അല്ലേ? ഓക്കെ. ഇതാണ് നമ്മളിവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ടീ ലീഫിൻ്റെ ഗ്രേഡ്. 2 ലീഫ് ആൻഡ് 1 ബഡ് എന്ന് പറയുന്ന കാറ്റഗറി ലീഫാണ് ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അതാണ് ഓർത്തഡോക്സിൻ്റെ ഗ്രേഡ് വരുന്നത്. ഓർത്തഡോക്സ് 2 രീതിയിലുള്ള സംഭവം ഉണ്ടല്ലേ? 2 രീതി. ഒന്ന് CTC, 2 ഓർത്തഡോക്സ്. CTCക്ക് നമുക്ക് ഈ ചെടികളുടെ ഏത് ലീഫ് വേണമെങ്കിലും എടുക്കാം. അതാണ് ഈ പൊടിയായിട്ട് വരുന്നത്. നമ്മൾ സാധാരണ കടയിൽ മേടിക്കും. അതെ, നമുക്ക് ലീഫായിട്ട് കിട്ടേണ്ടതുകൊണ്ടാണ് ഈ ടെൻഡർ ആയിട്ടുള്ള പാർട്ടുകൾ എടുക്കുന്നത്. മോയ്സ്ചർ കണ്ടന്റ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് റോൾ ചെയ്ത് ലീഫായിട്ട് എടുക്കാൻ പറ്റുള്ളൂ. അത് ഓർത്തഡോക്സ് എന്ന് പറയാം. അത് ഓർത്തഡോക്സ്. അത് ലീഫ് ഗ്രേഡ് ടീ. ഇതിൻ്റെ നമ്മുടെ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗ്രേഡാണ് ഈ 2 ലീഫ് ആൻഡ് 1 ബഡ് എന്നുള്ള കാറ്റഗറി. ഈ ബഡിനാണ് ടിപ്സ് എന്ന് പറയുന്നത്. സിൽവർ ടിപ്സ്, ഗോൾഡൻ ടിപ്സ് എന്നൊക്കെ പറയുന്നത്. നമുക്കിവിടെ മെയിൻലി കിട്ടുന്നത് സിൽവർ ടിപ്സാണ് വരുന്നത്. ഇത് മൂന്നാറൊക്കെ പോയാൽ കുറച്ചും കൂടെ നല്ല ക്വാളിറ്റി ലീഫ് കിട്ടും. അപ്പോൾ ഗോൾഡൻ ടിപ്സും ഒക്കെ മേക്ക് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ടീ പൗഡറിനകത്ത് പൊടിച്ച് ചേർക്കുന്ന പാർട്ടികളാണ്. ഇതിനകത്ത് ഈ വരുന്ന സ്റ്റെം പാർട്ടികൾ നമ്മൾ ഇവിടുത്തെ സ്റ്റോക്ക് പാർട്ടികളാണ്. നമ്മൾ ടീ വേസ്റ്റ് ആയിട്ടാണ് വരുന്നത്. ഈ ടീ വേസ്റ്റാണ് നമ്മൾ ടീ ബാഗ്സിനായിട്ട് യൂസ് ചെയ്യുന്നത്. അത് ബാഡ് പാർട്ടികളല്ല, ഇത് ലിക്കർ ക്വാണ്ടിറ്റി കുറച്ച് കൂടുതലുള്ള ഈ സ്റ്റെമ്മിന്. അതുകൊണ്ടാണ് ഈ പാർട്ടികൾ ടീ ബാഗ്സിൽ യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് ടീ ബാഗ് ഡിപ്പ് ചെയ്യുമ്പോൾ തന്നെ പെട്ടെന്ന് സ്ട്രോങ് ആയിട്ട് കിട്ടുന്നത്. ഇതാണ് നമ്മൾ ഫാക്ടറിയിൽ പ്ലക്ക് ചെയ്ത് പ്രോസസ്സിന് വേണ്ടി എടുക്കുന്നത്. ഇതാണ് ടീ ലീഫിൻ്റെ മെയിൻ നമുക്കിവിടെ ബേസിക് ആയിട്ട് വരുന്ന പ്രൊസീജിയർ വരുന്നത്. ഓക്കെ, താങ്ക് യു. വെൽക്കം.